പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവൻ്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. സൗഹൃദങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നമ്മുടെ സൗഹൃദങ്ങൾക്ക് ദൃഢത ഉണ്ടാകുന്നത് ദൈവഭക്തിയും ദൈവഭയവും ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി മാറുമ്പോഴാണ്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മറന്നുകൊണ്ട് നമ്മൾ സമ്പാദിക്കുന്ന സൗഹൃദങ്ങൾക്ക് അധികം ആയുസ് ഉണ്ടാവുകയില്ല. 2 സുഹൃത്തുക്കളുടെ നടുവിൽ കർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂടി സ്ഥാനം ഉണ്ടാകുന്നിടത്താണ് സൗഹൃദങ്ങൾക്ക് നിലനിൽപ്പും ഭംഗിയും കൈവരുന്നത്. നമ്മുടെ സൗഹൃദങ്ങൾക്ക് കരുത്ത് പകരുന്നത് കർത്താവാണെന്ന് തിരിച്ചറിയുക. കർത്താവിനെ മാറ്റി നിർത്തിയുള്ള സന്തോഷങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നുകൂടി ഓർക്കാം. ഈ തിരുവചനം നമ്മുടെ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ദൈവസ്നേഹത്തിൻ്റെ ഭംഗി നൽകട്ടെ. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ കർത്താവ് നമുക്ക് ദാനമായി തന്ന എല്ലാ സുഹൃത്തുക്കളെയും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൗഹൃദങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.